ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറക്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 മീഡിയം സൈസും വലിപ്പമുള്ള സവാളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പൊടികളല്ലാതെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളിയും അതുപോലെ തന്നെ 6 പച്ചമുളക് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് സവാളയും തക്കാളിയൊക്കെ ആയിട്ട് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റിലേ നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും അതിനൊപ്പം തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കസൂരി മേത്തി എടുത്ത് ജസ്റ്റ് കയ്യിൽ വെച്ച് ഒന്ന് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കസൂരി മേത്തി ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ കറിയിൽ കയപ്പരസം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം. ഇതിനൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട റോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുട്ട പകുതി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മുട്ടയിൽ തുണ്ണി പുറത്തേക്ക് വരാത്ത രീതിയിൽ ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ അവസാന സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും അതിനൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ചട്ടകം വെച്ചിട്ടോ അതുപോലെ തന്നെ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ സിമ്പിളായിട്ടുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.